നമ്മുടെ ഈ ലോക ജീവിതയാത്രയിൽ ദുഃഖങ്ങളും രോഗങ്ങളും മാനസിക ഭാരങ്ങളുമൊക്കെ നമ്മെ വളരെ വേദനിപ്പിക്കാറുണ്ട്. എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് ധൈര്യവും പ്രത്യാശയും നൽകുന്നത്. അങ്ങനെ ഏറ്റവും പ്രശസ്തമായ ഒരു ഗാനമാണ് കൂടെ പാർക്കാൻ നേരം വൈകുന്നത എന്ന് തുടങ്ങുന്ന ഗാനം. പ്രശസ്തമായ ക്രിസ്തീയ ഗാനങ്ങളിൽ ഏറ്റവും അധികം മനുഷ്യഹൃദയങ്ങളെ സ്വാധീനിച്ച ഒരു ഗാനമത്രേ ഇത്. ഹെൻറി ഫ്രാൻസിസ് ലൈറ്റ് എന്ന ആംഗ്ലിക്കൻ പുരോഹിതനാണ് ഈ ഗാനം രചിച്ചത്. 1793 1847 കാലയളവിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. 1820 രോഗിയായി മരണാസന്നനായി കിടന്നിരുന്ന വില്യം ആഗസ്ലെ എന്ന തൻ്റെ സ്നേഹിതനെ ഈ ദൈവഭക്തൻ സന്ദർശിച്ചു. രോഗിയായി കിടന്നിരുന്ന സ്നേഹിതന് ഈ സന്ദർശനം ഏറെ ആശ്വാസകരമായി. തൻ്റെ കൂടെ ചില ദിവസങ്ങൾ പാർക്കുവാൻ ഈ ദൈവഭക്തനെ ആ സ്നേഹിതൻ നിർബന്ധിച്ചു. സ്നേഹിതനെ വിട്ടുപോകുവാൻ ഈ ദൈവഭക്തന് വിഷമമായിരുന്നു. എന്നാൽ തനിക്ക് ചില അത്യാവശ്യ കാര്യമുണ്ടായിരുന്നുകൊണ്ട് പോകേണ്ടിയിരുന്നു. എൻ്റെ കൂടെ പാർക്കുക എന്ന സ്നേഹിതൻ്റെ നിർബന്ധത്തിന് മുമ്പിൽ ഒരു കവിത എഴുതി സ്നേഹിതൻ്റെ വീട്ടുകാരെ ഏൽപ്പിച്ച് ഈ പുരോഹിതൻ യാത്രയായി. ഏകദേശം 27 വർഷങ്ങൾക്ക് ശേഷം ഈ പുരോഹിതൻ മാരകരോഗം പിടിപെട്ട് മരണാസന്നനായി കിടക്കുമ്പോൾ തൻ്റെ സ്നേഹിതന് വേണ്ടി എഴുതിയ ഗാനത്തിൻ്റെ വരികൾ ഓർത്തെടുത്തു. ഈ ഗാനം എഴുതി ട്യൂൺ ചെയ്ത് തൻ്റെ സഭയിലെ ഒരു സ്നേഹിതനെ ഏൽപ്പിച്ചു. 1847 ഈ പുരോഹിതൻ ഈ ഗേഹം വിട്ട് പ്രാണപ്രിയനായ യേശുക്രിസ്തുവിനോട് പാർക്കുവാൻ യാത്രയായി. തൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ ആദ്യമായി കൊയർ ഈ ഗാനം ആലപിച്ചു. പിന്നീട് അങ്ങോട്ട് നൂറ്റാണ്ടുകളായി മനുഷ്യഹൃദയങ്ങൾക്ക് ആശ്വാസവും പ്രത്യാശയും പകർന്നുകൊണ്ട് ഈ ഗാനം ഇന്നും മായാതെ മങ്ങാതെ നിൽക്കുന്നു. തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് ഈ ഗാനം നമ്മെ കൂട്ടിക്കൊണ്ടേ പോകുന്നു. ആ ക്ഷീണിച്ച മനസ്സുകൾക്ക് എന്തൊരു പ്രത്യാശയാണ് ഈ ഗാനം നൽകുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി ഈ ഗാനം ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യൻ പട്ടാളക്കാരുടെ ബാൻഡ് വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ ഈ ഗാനം ആലപിക്കാറുണ്ടായിരുന്നു. മറ്റ് പ്രശസ്തമായ കലാകായിക മത്സരങ്ങളിലും ഈ ഗാനം ആലപിക്കാറുണ്ട്. ഇന്ന് ഇതൊരു സന്ധ്യാകീർത്തനമായും പ്രത്യാശാഗാനമായ മരണവീടുകളിലും ഈ ഗാനം ആലപിക്കുന്നു. ഈ ലോക ജീവിതത്തിൽ കർത്താവിൻ്റെ കൂടെ പാർക്കുകയും നിത്യതയിൽ എന്നേക്കും കർത്താവിൻ്റെ കൂടെ ആയിരിക്കുകയും എന്നതാണ് ഒരു ദൈവവേലൻ്റെ ആഗ്രഹം. ഈ ലോകത്തിലെ കഷ്ടങ്ങളിൽ, വേദനകളിൽ, രോഗങ്ങളിൽ ഏകാന്തകൾ അവിടുന്ന് കൂടെ പാർക്കണം. കൂരുളേറുന്ന ഈ ലോകത്തിൽ ഒരു വിശ്വാസിക്ക് ആശ്രയം ദൈവം മാത്രമാണ്. ഭൂസന്തോഷ മഹിമ ക്ഷണനേരത്തേക്ക് മാത്രമേ ഉള്ളൂ. ആയുസ്സാം ചെറുദിനം ഓടി മറയുകയാണ്. ലൂക്കോസ് 24-ാം അധ്യായം 29-ാം വാക്യമാണ് ഈ ഗാനരചനയ്ക്ക് ആധാരമായിരിക്കുന്നത്. അവരോ ഞങ്ങളോട് പാർക്കുക, നേരം വൈകി, അസ്തമിക്കാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. എമ്മൂസിലേക്ക് പോയ ശിഷ്യന്മാരോട് ചേർന്ന് കർത്താവ് നടന്നു. അവിടെ കണ്ണുകൾ നിരോധിച്ചതിനാൽ അവർക്ക് കർത്താവിനെ അറിയുവാൻ കഴിഞ്ഞില്ല. ലൂക്കോസ് 24-ാം അധ്യായം ദയവായിട്ട് വായിക്കുക. നേരം വൈകിയ സമയത്താണ് നാം ജീവിക്കുന്നത്. ലോക സംഭവങ്ങൾ അത് വിളിച്ചറിയിക്കുന്നു. ഭയപ്പെടാതെ പ്രത്യാശയിൽ കർത്താവിൻ്റെ കൂടെ പാർക്കുവാൻ നമുക്ക് ഒരുങ്ങാം. വേല തികച്ച് ഏറെ പ്രതിഫലം ലഭിക്കേണ്ടതിനായി നിത്യയിൽ കൂടെ പാർക്കുവാൻ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുക. രോഗങ്ങളും ദുരിതങ്ങളും ഒരു പേമാരിയായി മനുഷ്യന്റെ മേൽ പെയ്തിറങ്ങി സങ്കടക്കടൽ നീന്തി മുന്നേറുന്ന അനേകർക്ക് ഈ ഗാനം ഇന്നും ആശ്വാസം പകരുകയാണ്. ചിരിക്കുന്ന മുഖങ്ങൾക്ക് പിന്നിൽ മറിഞ്ഞിരിക്കുന്ന ദുഃഖസത്യങ്ങൾ പലരെയും അസ്വസ്ഥരാക്കാറുണ്ട്. ആരും അറിയാതെ
തേങ്ങിക്കരഞ്ഞു പോകുന്ന നിമിഷങ്ങളിൽ കണ്ണുനീർ തുടയ്ക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് എത്ര ആശ്വാസമാണ് നൽകുന്നത്. പ്രശ്നകലുഷമായ ഈ ലോകത്തിൽ നമുക്ക് കർത്താവിൻ്റെ കൂടെ പാർക്കാം. അവിടുന്ന് എന്നേക്കും നമ്മുടെ കൂടെ വസിക്കും. ഈ ഗാനം നമുക്ക് ധൈര്യവും പ്രത്യാശയും നൽകുമാറാകട്ടെ. നേരം വൈകുന്നിതാ, കൂരിരുളേറുന്നു പാർക്കദേവാ. ആശ്രയം വേറില്ല നേരം തന്നിൽ, ആശ്രിത വത്സല